ഇത് ഒടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ പേരൊന്നുകൂടെ പറയാം, ചായ മനസ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില എടുക്കാം. ഇനി നമുക്ക് കുറച്ച് കാന്താരി മുളക് പറിച്ചെടുക്കാം. ഇവിടെ ഇതിന് ചായ മനസ എന്നാണ് പറയുന്നത്. കഴിച്ചു നോക്കിയിട്ട് പറ. ഹായ്, ഇത് ചായ മനസ. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയായിരിക്കും. ഇത് ചീരവർഗ്ഗത്തിൽപ്പെട്ടൊരു ചെടിയാണ്. ഇത് തോരൻ വയ്ക്കാനും ഒക്കെ ഉപയോഗിക്കാം. ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന്. നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഒടിച്ചെടുക്കാം. ഇത് ഒടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെന്താ, നല്ല കറയുണ്ട്. ഇത് കണ്ണിലൊന്നും വീഴാതെ സൂക്ഷിക്കണം. ഇത് ഞങ്ങൾ മിക്കവാറും വീട്ടിൽ എടുക്കാറുള്ളതാണ്. അതുകൊണ്ട് ഈ സൈഡിൽ നിന്നൊക്കെ ഒടിച്ച് തീർന്നിട്ടുണ്ട്. അതാണ് ഞാൻ അങ്ങേ സൈഡിൽ നിന്നൊക്കെ എടുക്കുന്നത്. ഇത് ഇങ്ങനെ ഒടിച്ചെടുത്താൽ മതി. ഇത് നല്ലതായിട്ട് പൊട്ടിക്കിളിച്ച് വന്നോളും. ഒരു കമ്പ് കൊണ്ട് നട്ടതാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം, പടന്ന് പന്തലിച്ച് നിൽക്കുന്ന കാണാം. മിക്കവാറും എടുക്കുന്നതാണ്. എന്നിട്ടും ഇത് പൊട്ടിക്കിളിച്ചുകൊണ്ടേയിരിക്കും. ഇത്രയും മതി. ഇതിൻ്റെ പേരൊന്നുകൂടെ പറയാം, ചായ മനസ. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. കൊളസ്ട്രോളിനും കണ്ണിന് നല്ലതാണ്. ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് സാധാരണ ചീര തോരൻ വയ്ക്കുന്നത് പോലെ ചെയ്യാൻ പറ്റില്ല. അതിന് കുറച്ച് പ്രോസസ്സ് ഉണ്ട്, കാണാം. ആദ്യം നമുക്ക് സ്റ്റൗ ഒന്ന് ഓണാക്കാം. ഇനി ഈ സ്റ്റൗവിലേക്ക് കുറച്ച് വെള്ളമാണ് തിളപ്പിക്കാൻ വെക്കുന്നത്. ഇനി ഈ വെള്ളം ഇവിടെ നിന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഈ ഇലയൊന്ന് വൃത്തിയാക്കി എടുക്കാം. നമ്മൾ ഈ ഓരോ ഇലയായിട്ട് പിച്ചി എടുക്കുവാണേ. ഇത് കാണുമ്പോൾ അറിയാം, ഓരോ ഇല എടുക്കുമ്പോഴും നല്ല കറയുണ്ടേ. അപ്പം നമ്മൾ ഈ ചീര ചായ മനസ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് മൂത്ത ഇല എടുത്തിട്ടില്ല. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്കിടാം. ഇനി ഇവിടെ കിടന്ന് നന്നായിട്ട് ഒരു 5 മിനിറ്റ് തിളച്ചോട്ടെ. അപ്പോൾ ഇങ്ങനെ ഈ വെള്ളത്തിൽ കിടന്ന് തിളയ്ക്കുമ്പോൾ ഇതിൻ്റെ കറയൊക്കെ പോയി, അതിൻ്റെ കട്ടൊക്കെ പോയി കിട്ടും. ഇതിപ്പോൾ ഒരു 10-15 മിനിറ്റ് നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ കപ്പ എന്ന് പറഞ്ഞ ചീനിയിലൊക്കെ കട്ടുണ്ടെന്ന് പറയുന്നത് പോലെ ഒരു സംഭവമാണ് ഇതിലുള്ളത്. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ 10-15 മിനിറ്റ് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കഴിക്കുന്നത് നല്ലതാണ്. ഒരുപാട് ഗുണങ്ങളുള്ള ഇലയാണ്. അയൺ, കാൽഷ്യം, മഗ്നീഷ്യം അതുപോലെയുള്ള ഒരുപാട് എലമെൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ കൊളസ്ട്രോൾ കുറയാനും, അല്ലെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ഡയറ്റിലെ ഇലക്കറികൾ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇത് കുറച്ചുകൂടെ നല്ലതാണ്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില എടുക്കാം. ഇനി നമുക്ക് കുറച്ച് കാന്താരി മുളക് പറിച്ചെടുക്കാം. ഇത് തോരൻ വയ്ക്കാൻ വേണ്ടത് ആദ്യം കുറച്ച് തേങ്ങ വേണം, കറിവേപ്പില, കുറച്ച് കാന്താരി മുളക് എരിവിന്, കുറച്ച് സവാള. ഇതൊരു വലിയ സവാളയുടെ പകുതിയേ എടുത്തിട്ടുള്ളൂ. ചെറിയ സവാളയാണെങ്കിൽ ഒരെണ്ണം. ഉപ്പ്, കടുക്, വെളിച്ചെണ്ണ, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഈ ചീര ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം തോരൻ്റെ പരുവത്തിന്. ഈ വെള്ളം ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇവിടെ ഇതിന് ചായ മനസ എന്നാണ് പറയുന്നത്. ചിലയിടത്ത് മെക്സിക്കൻ ചീര എന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ കാന്താരി മുളകും തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ഇടിച്ച് ഒതുക്കിയെടുക്കാം. നമുക്ക് സ്റ്റൗ കത്തിച്ച് ചട്ടി ചൂടാവാൻ വയ്ക്കാം. ചട്ടി ചൂടായിട്ടുണ്ടേ. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ടേ. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് വറ്റൽ മുളക്, ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഇനി ഇതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതിടാമേ. ഉള്ളി അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങയും കാന്താരി മുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ചതച്ച് വെച്ചതാണ്, അതിട്ട് കൊടുക്കാം. തേങ്ങ എണ്ണയ്ക്കകത്തൊന്ന് സോട്ടായി വന്നിട്ടുണ്ടേ. നമുക്കിതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലയിടാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമ്മുടെ സാധാരണ ചീര പോലെയല്ല, കുറച്ചുകൂടെ വേവുണ്ട്. മറ്റേ ചീര എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഇളക്കുമ്പോഴത്തേനും നല്ലതായിട്ട് വേവും. ഇത് കുറച്ചുകൂടെ ഒരു വേവുണ്ട്. നമ്മൾ ഓൾറെഡി വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തതാണ്. എന്നാലും
നന്നായിട്ട് വേവണം. ഇതേ അപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ടേ. എന്തോ ഇവിടെ പരിപാടി? ഇത് ചായ മനസ്സ തോരൻ. ഞാൻ കേട്ടിട്ടുള്ളതേ ഉള്ളൂ. കഴിച്ചിട്ടില്ല ഇതുവരെ? ഇല്ലില്ല. എന്നാ നോക്ക്, ടേസ്റ്റ് നോക്ക്, കഴിച്ചു നോക്കിയിട്ട് പറ എങ്ങനെയുണ്ട് കഴിച്ചിട്ട്. അടിപൊളി അടിപൊളി. ഈ സാധനം കാണുമ്പോൾ ഇത്ര നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും പോകുമ്പോൾ ഞാൻ കുറച്ച് പറിച്ചുകൊണ്ട് പോവാം. അതിനെന്താ, കൊണ്ടുപോകും, നല്ലല്ലേ. ഇത് നിൽക്കുന്ന കണ്ട ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും കൊണ്ടുപോയി തോരൻ വെച്ച് നോക്കട്ടെ.